ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുഴുവനായിട്ടുള്ള ഗോതമ്പും കടലപ്പരിപ്പും കൊണ്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് കഴുകിയിട്ട് 5-6 മണിക്കൂർ കുതിർത്തെടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പായസത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഗോതമ്പാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കുത്തിയ ഗോതമ്പ് എന്നാണ് പറയുക. ഇതുപോലെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 4 കപ്പ് തേങ്ങയുടെ 2/2 പാല് കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് കുതിർത്തെടുത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് കുതിർത്ത് വെക്കാതെയും ഈ ഗോതമ്പ് കൊണ്ട് പായസം ഉണ്ടാക്കാം. അപ്പോൾ ഗോതമ്പ് വെന്ത് വരാൻ കുറച്ചധികം സമയം എടുക്കും. ഗോതമ്പ് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 400 ഗ്രാം ശർക്കരയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽട്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഗോതമ്പ് ഒരു 4 വിസിൽ വന്നപ്പോൾ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അതിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് തുറന്നു നോക്കാം. ഇതിപ്പോൾ വെന്ത് ഗോതമ്പ് നല്ല സോഫ്റ്റും തിക്കും ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മെൽട്ടാക്കി വെച്ച ശർക്കര അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓണാക്കാം. ഇതിലേക്ക് 1/2 കപ്പ് കടലപ്പരിപ്പ് ഒരുപാട് വെന്തുടയാതെ വേവിച്ചത് കൂടി ചേർത്തിട്ട് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ശർക്കര ഈ ഗോതമ്പിലും കടലപ്പരിപ്പിലും പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കടലപ്പരിപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കടലപ്പരിപ്പ് ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. വെന്തുടയാതെ ചേർക്കുമ്പോഴാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ശർക്കര ചേർത്തിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗോതമ്പിലും കടലപ്പരിപ്പിലുമൊക്കെ ശർക്കര നന്നായിട്ട് പിടിച്ചിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാല് 2 കപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 പാല് ചേർത്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ഞാനിതിലേക്ക് 2 ചെറിയ തേങ്ങയുടെ പാലാണ് എടുത്തത്. ആദ്യം 1/4 പാലിന് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് 2 കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുത്തിട്ടാണ് 2/4 പാലെടുത്തത്. ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് 2 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യൂ റൈസിൻസും ഒന്ന് മൂപ്പിച്ചിട്ട് അതും ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പായസം ചൂടാറുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.